യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ 1955 ഏപ്രിൽ 18 മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു, അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ റിലീജിയസ് സെറമണി ഒന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ ബോഡി ക്രിമേറ്റ് ചെയ്യുക, എന്നിട്ട് ആഷസ് എടുത്തിട്ട് ഏതെങ്കിലും പുഴയിൽ ആരും അറിയാതെ ഒഴുക്കിക്കളയാം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ റിലീജിയസ് സെറമണീസ് ഒന്നും ഉണ്ടായില്ല, ഫ്യൂണറൽ സർവീസ് ഒന്നും ഉണ്ടായില്ല. ഇദ്ദേഹത്തിൻ്റെ ചിതയിൽ വെച്ച് ദഹിപ്പിക്കുകയാണ്, ക്രിമേറ്റ് ചെയ്യുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ലോകം അറിയുന്നത്. ഈ ചിതയിൽ വെച്ച അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു എടുത്തുകൊണ്ട് പോയത്? അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തോമസ് ഹാർവേ ഈ തലച്ചോറ്, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ 2 ജാറുകളിലാക്കി വീട്ടിലോട്ട് അടിച്ചു മാറ്റി. ആരോടും പറഞ്ഞില്ല. പിന്നീട് അറിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ്റെ മകൻ കൊടുത്ത ലീഗൽ അനുവാദം വെച്ചിട്ട് തോമസ് ഹാർവേ ഇത് അടിച്ചു മാറ്റിയത് വേറൊന്നുമല്ല, ഈ പ്രത്യേകതയുള്ള ബ്രെയിൻ, ഇതിൻ്റെ അകത്ത് എന്താണ് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി പരീക്ഷ നടത്താൻ വേണ്ടി അദ്ദേഹം മാറ്റി. നല്ലൊരു കാര്യത്തിന് വേണ്ടി മാറ്റിയത്. അങ്ങനെ മകൻ്റെ അനുവാദം കിട്ടുന്നു. ഇദ്ദേഹം 170 കഷ്ണങ്ങളായിട്ട് ഈ ബ്രെയിനിനെ തിരിച്ചിട്ട് പല സ്ഥലങ്ങളിലേക്കും പല സയൻറ്റിസ്റ്റുമാർക്കും കൊടുക്കുകയാണ് ഈ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ബ്രെയിൻ? അതായിരുന്നു അവരുടെ റിസർച്ച്. അങ്ങനെ നോക്കിയപ്പോൾ അവർ ഈ ബ്രെയിൻ്റെ തൂക്കം, ഒരു സാധാരണ മനുഷ്യൻ്റെ ബ്രെയിൻ 1200 തൊട്ട് 1600 ഗ്രാം തൂക്കം വരും എന്ന് പറയാം. പക്ഷേ ഐൻസ്റ്റീൻ്റെ 1230 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രെയിൻ്റെ തൂക്കം. ബ്രെയിൻ്റെ തൂക്കം അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയുന്നത് ഈ ഗ്ലിയൽ സെൽസ് കുറച്ച് കൂടുതലായിരുന്നു പറയാം. ഗ്ലിയൽ സെൽസ് എന്താണെന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയത്തില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് പഠിക്കുക. അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു ആൾക്കാരുടെ ബ്രെയിൻ പോലെ തന്നെ, മറ്റു മനുഷ്യരുടെ ബ്രെയിൻ പോലെ തന്നെ ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ എന്ന് പറയാം. പക്ഷേ ഇറ്റ് ഈസ് യുണീക്ലി വയേർഡ് എന്ന് അവർ പറഞ്ഞു. യുണീക്ലി വയേർഡ്. അപ്പോൾ എൻ്റെ കണക്ഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ബ്രെയിന് നമ്മുടെ ബ്രെയിൻ പോലെ തന്നെ ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായിട്ട് മാറിയത്? അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? അറിയാനുള്ള ആഗ്രഹം, പിന്നെ കണ്ടിന്യൂസ്, നിരന്തരമായ പ്രയത്നം, കണ്ടിന്യൂസ് എഫേർട്ട്. അറിവ് നേടാനുള്ള ആഗ്രഹവും എഫേർട്ടും ആണ് ആൽബർട്ട് ഐൻസ്റ്റീനെ ഒരു മഹാനായ മനുഷ്യനാക്കി മാറ്റുന്നത്. അത് ബ്രെയിൻ അല്ല. നമുക്കെല്ലാവർക്കും ദൈവം ഒരുപോലെ ബ്രെയിൻ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് നമ്മൾ നിറക്കുന്നത്? അറിവുകൊണ്ട് എങ്ങനെ നിറക്കുന്നത്? ഇന്ന് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ഈ ശിഷ്യന്മാർ മുക്കുവരായിരുന്നു. ദേ വർ മെൻഡിങ് നെറ്റ്സ്. വഞ്ചി ഇറക്കുകയും വല നെയ്യൊക്കെ ചെയ്യുന്ന സാധാരണ മുക്കുവരായ 4 ആൾക്കാരെയാണ് ഈശോ ആദ്യം വിളിക്കുന്നത്. ഈശോ വിളിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈശോയുടെ കൂടെ 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അവരാരായി? വെറുതെ കടൽ മാത്രം അറിഞ്ഞുകൊണ്ട് ജീവിതം തീരേണ്ട ആൾക്കാർ പിന്നെ എത്രമാത്രം അറിവാണ് നേടുന്നത്? കർത്താവിൻ്റെ കൂടെ നടന്ന് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ്, മനുഷ്യരെക്കുറിച്ചുള്ള അറിവ്, ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ഇതിൽ പടിയായിട്ട് ഈ മനുഷ്യർ വളരുകയായിരുന്നു. അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ വഞ്ചിയും വലയൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പുറകെ പോയെന്താ? അറിവ് തേടിയുള്ള യാത്രയാണ്, വിശുദ്ധി തേടിയുള്ള യാത്രയാണ്, പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോവാണ്, ഇതുവരെ കാണാത്ത കാഴ്ചകളിലേക്ക് ഈ മനുഷ്യർ ഇറങ്ങി പോവാണ്. അങ്ങനെയാണ് മനുഷ്യർ വലുതാവുന്നത്. അങ്ങനെയാണ് അവരുടെ ബ്രെയിൻ വലുതാവുന്നത്. അങ്ങനെയാണ് അവർ ഈ ലോകത്തെ മഹാന്മാരായിട്ട് മാറുന്നത്. ഈ 4 ശിഷ്യന്മാരെ പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇവരിങ്ങനെ പേടിയില്ലാതെ രാജാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് പോലും അറിവോടുകൂടി സംസാരിക്കാനുള്ള ധൈര്യം അവിടെ നിന്ന് കിട്ടിയേ അത് ഈ അറിവിൽ നിന്ന്. ആ അറിവ് നൽകുന്ന കരുത്തുണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട. ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ഇതുപോലെ അറിവിനെ തോൽപ്പിക്കാനാവില്ല. ആയുധം, ഏറ്റവും വലിയ ആയുധം അറിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷയുടെ കാലമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ പെർഫോം ചെയ്യാനുള്ള സമയമാണ്. വളരെ ഒരുക്കത്തോടു കൂടി, വളരെ ആഗ്രഹത്തോടു കൂടി നമ്മളത് ചെയ്യണം. കാരണം ഓരോ പടിയായിട്ട് നമ്മളിങ്ങനെ അറിവിൽ വളർന്നു എന്നെന്ന് പറയാം. ലോകത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ബിൽ ഗേറ്റ്സ് പറയുന്നൊരു കാര്യമുണ്ട്. ഇഫ് യു ആർ ബോൺ പുവർ ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ബട്ട് ഇഫ് യു ഡൈ പുവർ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. നമുക്ക് എന്ത് വലിയ ബ്രെയിൻ ഉണ്ട്, നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചു,
ഇതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ എത്ര പൈസയുണ്ട്, അതൊന്നുമല്ല നമ്മുടെ ലൈഫിൻ്റെ ഓറിയൻറ്റേഷൻ തീരുമാനിക്കുന്നത്, നമ്മുടെ ലൈഫിൻ്റെ എൻഡ് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ വളരെ മോശം സാഹചര്യത്തിലായിരിക്കാം, സാമ്പത്തികമായിട്ട് വിഷമങ്ങളുണ്ട്, നല്ലൊരു സ്കൂളായിരിക്കില്ല, ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാരണമാക്കരുത്. കാരണം ടു ഡൈ പുവർ ഈസ് യുവർ മിസ്റ്റേക്ക്. നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് കണ്ടെത്തിയത്, എന്തുമാത്രം നമ്മൾ പ്രയത്നമിട്ട്, എന്തുമാത്രം അറിവിനെ തേടി നടന്നു എന്നുള്ളത് വിഷയമാണ്. അതുകൊണ്ട് മക്കളെ, നമുക്ക് അറിവ് തേടി പോവാം. അറിവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഹാപ്പി സൺഡേ.